ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കുന്ന സംഗതികളാണ്. എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം? അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റവും നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെ ഗ്രോത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ എന്താണ് മണി മാർക്കറ്റ്, എന്താണ് ട്രഷറി ബില്ല്, എന്താണ് കോൾ മണി, ഇങ്ങനെ തുടങ്ങി പ്രൈമറി മാർക്കറ്റിലൂടെ അതുപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റവും എക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ തുടർന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് സിസ്റ്റം, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലൈഫ് ഇൻഷുറൻസും നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റവും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ചൊരു ഓവർവ്യൂ ആണ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലേക്ക് വരുന്ന മണി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ അവർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യുന്നത്. അതായത് ഫ്ലോ ഓഫ് ഫണ്ട്, നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ചിലവാക്കുന്ന ഫണ്ട് എങ്ങനെ കൃത്യമായി ചാനലൈസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലൂടെ ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് ബാങ്കുകളുണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ചുകളുണ്ട്, പെൻഷൻ ഫണ്ടുകളുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സെൻട്രൽ ബാങ്ക്, നാഷണൽ റെഗുലേറ്റേഴ്സ് തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ പല രീതിയിൽ പല മേഖലകളിലായിട്ട് ഈ ഫിനാൻഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ രാജ്യത്തിൻ്റെ ടാക്സ് വഴി, രാജ്യത്തിന് കിട്ടുന്ന ടാക്സ് വഴി സ്വരൂപിക്കുന്ന ഫണ്ടുകൾ എങ്ങനെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാലാണ് നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് യൂണിറ്റിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റവും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം നടപ്പിലാക്കുന്നത്, മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, പ്രൈമറി മാർക്കറ്റ് എന്താണ് തുടങ്ങി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ആണ്. എങ്ങനെയാണ് ആ ഫണ്ട് വിനിയോഗിക്കുന്നത്, എങ്ങനെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചാലാണ് ആ രാജ്യം ഡെവലപ്പ് ആവുക എന്നുള്ളതാണ്. അതിൽ വളരെ സുപ്രധാന ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ RBI എന്ന് വിളിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് മാത്രമല്ല, മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ചുകളുണ്ട്, ട്രഷറികളുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട്, മറ്റ് നാഷണൽ റെഗുലേറ്റേഴ്സ് IDBI, CDB പോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഫങ്ഷനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്.
അതായത് an effective financial system can perform efficient financial system can perform effective economic development എന്നാണ്. അതായത് നമ്മൾ ആ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ എത്ര എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുന്നു അത്രയും എഫക്റ്റീവായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സംഭവിക്കും എന്നാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറി ഫോർ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. വരുന്ന ഫണ്ടും ചിലവാക്കുന്ന ഫണ്ടും അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വരവെത്രയാണ്, ചിലവെത്രയാണ്, അതിന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് മൊബിലൈസസ് ദ ഫണ്ട്സ് ഓഫ് ദ നേഷൻ ആൻഡ് ചാനലൈസ് ദ ഫണ്ട്സ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ വരുന്ന ഫണ്ട്, ഇൻഫ്ലോ ഫണ്ടുകൾ ഒരു പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ചാനലൈസ് ചെയ്യലാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് വരവ് ഇത്ര കോടി, അതിന് ചിലവ് ഇത്ര കോടി. അത് എഫക്റ്റീവായിട്ട് ചിലവാക്കിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് പോകും. അപ്പോൾ സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ കറൻസി വാല്യൂ ഇടിയും. അപ്പോൾ സാധാരണ നമ്മളെ ഇന്ത്യൻ കറൻസി കമ്പയർ ചെയ്യുന്നത് ഡോളറുമായിട്ടാണ്. അപ്പോൾ ഡോളറുമായിട്ടുള്ള വാല്യൂ കുറയും തോറും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന് അർത്ഥം. ഓക്കെ, അടുത്തതായിട്ട് ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്ക്സ് ഉണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഉണ്ട്, പെൻഷൻ ഫണ്ടുകളുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്, നാഷണൽ റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്കണോമിക് ട്രാൻസാക്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന, ഇപ്പോൾ ഒരാൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ ജോലി ചെയ്ത് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏൺ ചെയ്യുന്നത് കൃത്യമായി ചിലവാക്കിയില്ലെങ്കിൽ അയാൾ താമസിയാതെ തന്നെ കടം വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ വരുന്ന ഫണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന സാലറിയോ വേജോ അത് വരുന്ന മുറയ്ക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് അതിന് ചിലവാക്കിയില്ലെങ്കിൽ അയാൾക്ക് ഇനി എത്ര കിട്ടിയാലും തികയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. മനസ്സിലായോ? അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഓഫ് ദീസ് പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഫോർ ക്യാരിയിങ് ഔട്ട് എക്കണോമിക് ട്രാൻസാക്ഷൻസ്. ഓക്കെ, എക്കണോമിക് ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഫ്രെയിം വർക്കുകളാണ് ഇത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പൈസ ചിലവാക്കേണ്ടത്, എങ്ങനെ കടം കൊടുക്കണം, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യണം, ആർക്കൊക്കെയാണ് മുൻഗണനകൾ. അപ്പം കൃഷി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇങ്ങനത്തെ ചെറുകിട MSME പോലത്തെ സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഫണ്ട് കൊടുത്ത് അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിച്ച് അതിൽ നിന്നും ലാഭമുണ്ടാക്കി രാജ്യത്തെ എക്കണോമിക്കലി സ്റ്റേബിളാക്കുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ചാനലൈസ് സേവിങ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയാം. ആ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ ചാനലൈസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പം ഇൻഷുറൻസ്, LIC, ഒരുപാട് ഇൻഷുറൻസ് പോളിസികളുണ്ട്. ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മുടെ ചിലവ് കഴിഞ്ഞ് വരുന്ന ബാക്കി പൈസയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ബാങ്കിൽ പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ ഷെയർ ചെയ്യാം. ഇതൊക്കെ എന്താണ്, നമ്മുടെ സേവിങ്സ്, അതായത് ക്യാഷ് വെറുതെ ഇരിക്കുന്നതിന് പകരം അതിനെ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നേടുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മോണിറ്ററി സിസ്റ്റം ഈസ് വീക്ക് ഇൻ അവർ കൺട്രി. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വീക്കായിരുന്നു. കാരണം സെക്കൻഡ് വേൾഡ് വാറൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷ് ഗവൺമെൻറ് തകർന്നടിഞ്ഞ് അങ്ങനെ അവർ സ്വാതന്ത്ര്യം നൽകി പോകുന്ന സമയത്ത് നമ്മൾ രാജ്യം എന്ന് പറയുന്ന നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. കാരണം അത്രയും വലിയ ജനങ്ങൾക്ക് പിന്നെ കൊടുക്കാൻ അവരുടെ കയ്യിൽ, സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്തൊരവസ്ഥ. അതാണെന്ത് വീക്ക് ഇൻ അവർ കൺട്രി എന്ന് പറയാനുള്ള കാരണം.
പിന്നീട് വന്ന ഭരണാധികാരികൾ അവരുടെ യുക്തിക്കനുസരിച്ച് ഫിനാൻഷ്യൽ സർവീസുകൾ മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ ആ സിസ്റ്റം മെച്ചപ്പെടുത്തി, കൃഷിയും മറ്റു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഊന്നൽ നൽകി. അങ്ങനെയാണ് പടിപ്പടിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പം 1935 അന്നത്തെ ഗവൺമെൻറ് ആദ്യമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് അന്ന് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളതിനെന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്ത് ഇന്ന് ഇന്ത്യയിലെ കറൻസി റെഗുലേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് RBI ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം വാസ് എ മെയിൻ പ്ലേയേഴ്സ് ടു കീപ്പ് ലിക്വിഡിറ്റി. നമ്മുടെ നാട്ടിൽ ഇന്നും ഗവൺമെൻറ് സെക്ടേഴ്സിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് സെക്ടേഴ്സും അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റവുമാണ്. അപ്പോൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് RBIയുടെ അണ്ടറിൽ എല്ലാ റെഗുലേഷൻസും ഫോളോ ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്ന ബാങ്കുകളാണ്. അൺഓർഗനൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളല്ലാതെ പലിശക്ക് പൈസ കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഗോൾഡ് ലോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രോപ്പർട്ടി ലോൺ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പേഴ്സണൽ ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താണ്, ഇവർക്ക് RBIയുമായിട്ടുള്ള റെഗുലേഷൻസിൽ വലിയ പങ്കുകളൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റവുമാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ്, ഇവർ രണ്ടുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലിക്വിഡിറ്റി, മാർക്കറ്റിലെ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുന്നത് ഈ രണ്ട് സെക്ടറുകളാണ്. അവരും ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു 1935 ഒരു പ്രൈവറ്റ് സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് സ്വാതന്ത്ര്യം കിട്ടി 1948 അതിനെന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്തു. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിളിക്കുന്ന വേറൊരു പേര് ബാങ്കർ ഓഫ് ബാങ്ക്സ്. ബാങ്കുകൾക്കൊക്കെ ബാങ്കാണ് RBI എന്ന് പറയുന്നത്. കാരണം ബാങ്കിൻ്റെ എല്ലാ റെഗുലേഷൻസും, അവർക്ക് കൊടുക്കുന്ന എമൗണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എല്ലാം ആരാണ്, RBI ആണ്. ഓക്കെ, ഇറ്റ് റെഗുലേറ്റ്സ് ദ ഇഷ്യൂ ബാങ്ക് നോട്ട്സ്. നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്, RBI ആണ്. കീപ്പിംഗ് ഓഫ് റിസർവ്സ് വിത്ത് എ വ്യൂ ടു സെക്യൂറിങ് മോണിറ്ററി സ്റ്റെബിലിറ്റി ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ മോണിറ്ററി സ്റ്റെബിലിറ്റി, സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് ആരാണ്, RBI ആണ്. അതായത് കീപ്പിംഗ് ഓഫ് റിസർവ്സ്, അതായത് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ റിസർവിൽ വെച്ചിരിക്കുന്ന എമൗണ്ട്, ക്യാപിറ്റൽ വെച്ച് നമ്മുടെ രാജ്യത്തെ സ്റ്റെബിലിറ്റി, മോണിറ്ററി സ്റ്റെബിലിറ്റിയെ സെക്യൂർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, RBIക്കാണ്. നേരത്തെ പറഞ്ഞു ബാങ്കർ ഓഫ് ബാങ്ക്സ്, എല്ലാ ബാങ്കുകളുടെയും ബാങ്കാണ് ആര്, RBI എന്ന് പറയുന്നത്. ഇറ്റ് റെഗുലേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ റെഗുലേറ്റർ എന്ന് പറയുന്നത് RBI ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനമായിട്ട് 1935 തുടങ്ങി 1948 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാഷണലൈസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്, RBI ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഇമ്പീരിയൽ ബാങ്കാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1956 SBI ആയിട്ട് റീനെയിം ചെയ്യപ്പെടുന്നത്. മനസ്സിലായി, പേര് മാറ്റി SBI ആവുന്നത് 1956. അപ്പോൾ ഇമ്പീരിയൽ ബാങ്കും RBIയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, RBI നാഷണലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്കും ആണ്, അതിന് പുറമെ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ നിർവഹിച്ചിരുന്നത്
ഇമ്പീരിയൽ ബാങ്കാണ്. അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1921, അതായത് RBI സ്ഥാപിക്കുന്നതിന് മുമ്പ് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ ഇമ്പീരിയൽ ബാങ്ക് സ്ഥാപിതമായത് 3 പ്രസിഡൻസി ബാങ്കുകളുടെ അമാൽഗമേഷനിലൂടെയാണ്. അതായത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ആൻ അമാൽഗമേഷൻ ഓഫ് 3 പ്രസിഡൻസി ബാങ്ക്സ് ഓഫ് മദ്രാസ്, ബോംബെ, ബംഗാൾ. മദ്രാസ്, ബോംബെ, ബംഗാളിലെ 3 പ്രസിഡൻസി ബാങ്കുകൾ അമാൽഗമേഷനിലൂടെ ലയിച്ചുണ്ടായതാണ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത്. ആ ഇമ്പീരിയൽ ബാങ്കിനായിരുന്നു RBI നാഷണലൈസ് ചെയ്യുന്നതിന് മുമ്പ് വരെ രാജ്യത്തെ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്തിരുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ ബാങ്കും കൂടിയാണ്, കൂടെ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസും കൂടെ നിർവഹിച്ചിരുന്നത്. അതായത് ഇന്ന് RBI നിർവഹിക്കുന്ന പല ഫങ്ഷൻസും അന്ന് നിർവഹിച്ചിരുന്നത് ഇമ്പീരിയൽ ബാങ്കാണ്. ഓക്കെ, അങ്ങനെ 1921 എസ്റ്റാബ്ലിഷ് ചെയ്ത് 1956 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1956 ഇമ്പീരിയൽ ബാങ്ക് വാസ് റീനെയിംഡ് ഇൻ ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ആഫ്റ്റർ നാഷണലൈസേഷൻ ഓഫ് RBI സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് വർ ഇൻട്രസ്റ്റഡ് വിത്ത് ഇറ്റ്. RBI നാഷണലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ് RBIയിലേക്ക് വരുന്നത്. അപ്പോൾ അത് നാഷണലൈസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ആർക്കായിരുന്നു? ഇമ്പീരിയൽ ബാങ്കിനായിരുന്നു കൺട്രോൾ. നെക്സ്റ്റ് നമുക്കൊക്കെ അറിയുന്ന വേറൊരു പ്രൈവറ്റ് സ്ഥാപനമാണ് ICICI, അല്ലേ? ICICI ബാങ്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ICICI എന്ന് പറയുന്നത് ശരിക്ക് ഒരു ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതായത് 1955 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ICICI. ബാങ്കല്ല, ICICI എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു സ്ഥാപനം വന്നത് 1955 ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്. പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ കൺസേൺസ് അതിനെ അസിസ്റ്റ് ചെയ്യുക, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ICICIയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് സ്ഥാപിതമാകാനുള്ള കാരണം വേൾഡ് ബാങ്കിൻ്റെ ഇനീഷ്യേറ്റീവോട് കൂടിയാണ് ICICI സ്ഥാപിതമാകുന്നത്. അതായത് ഇന്ത്യസ് സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്കായി എന്നറിയപ്പെടുന്ന ICICI ബാങ്ക് ഈ ICICIയുടെ ഒരു സബ് യൂണിറ്റാണ്. ഓക്കെ, ഈ ICICI എന്ന സ്ഥാപനം തുടങ്ങിയതാണ് ICICI ബാങ്ക്. ഓക്കെ, അത് 1994 ICICI ബാങ്ക് വരുന്നത്. 1994 ICICI എന്ന സ്ഥാപനത്തിൻ്റെ സബ് യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റർ കൺസേൺഡ് ആയിട്ടുള്ള ICICI ബാങ്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നീട് 1998 ICICI ആ ബാങ്കിൻ്റെ മുകളിലുള്ള 46% പബ്ലിക് ഓഫറിങ്ങിലൂടെ ഷെയർ വിറ്റഴിച്ച് 1998 എന്ത് ചെയ്തു? ICICI ബാങ്കിൻ്റെ 46% ഷെയറുകൾ എന്ത് ചെയ്തു? പബ്ലിക് ഓഫറിങ്ങിലൂടെ വിറ്റഴിക്കുകയാണ് ചെയ്തത്. ക്ലിയർ? അതാണ് ICICI എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് LIC ആണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു സ്ഥാപനമാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 1956 LIC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന 245 ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ലയിച്ചാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന 245 ഇൻഷുറൻസ് കമ്പനികൾ ലയിച്ചാണ്, മെർജ് ചെയ്താണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ നാഷണലൈസ് ചെയ്ത സമയത്ത് ഏറ്റവും വലിയ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ് LIC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ച ഒരു സ്ഥാപനമാണ് LIC എന്ന് പറയുന്നത്. ഓക്കെ,
ഇറ്റ് പ്രൊമോട്ട്സ് ആൻഡ് മൊബിലൈസസ് സേവിങ്സ് ഓഫ് ദ കൺട്രി. രാജ്യത്തിലെ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നൽകിയ ഒരു സ്ഥാപനമാണ് LIC എന്ന് പറയുന്നത്. നെക്സ്റ്റ് IDBI ആണ്. എന്താണ് IDBI? നമ്മളൊക്കെ പഠിച്ചതാണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1964 എസ്റ്റാബ്ലിഷ് ചെയ്ത IDBI ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാവകാശമുള്ള ഒരു സ്ഥാപനമാണ് IDBI. അപ്പോൾ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം, ആർക്കൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതാരാണ്? IDBI. It is an autonomous institution and acted as a project financing institutions. വലിയ വലിയ പ്രോജക്റ്റുകൾക്ക്, ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് IDBI എന്ന് പറയുന്നത്. ടു മീറ്റ് ഗ്രോയിങ് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് കൺട്രി. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം എക്കണോമിക്കലി ഡെവലപ്മെൻറ്റ് ആവണമെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചതാണ് നമ്മുടെ രാജ്യം ഇൻഡസ്ട്രിയലൈസേഷന് വിധേയമാക്കണം എന്ന്. അതുവരെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന രാജ്യം എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പെട്ടെന്ന് എക്കണോമിക്കലി ഡെവലപ്പ് ആവണമെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഫിനാൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് IDBI എന്ന് പറയുന്നത്. ഫോർ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ആൻഡ് അസിസ്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ഫിനാൻസിങ് ഇൻഡസ്ട്രീസ്. അതായത് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഗ്രോത്ത്, അതിനുവേണ്ട അസിസ്റ്റൻസ്, അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് IDBI ആണ്. ക്ലിയർ? അപ്പോൾ ചെറിയ ചെറിയ ഫിനാൻസിങ് ഇൻഡസ്ട്രീസ്, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് സ്ഥാപനങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ, അതിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഫണ്ട് വകയിരുത്തുന്നതൊക്കെ ആരാണ്? IDBI ആണ്. 1976 IDBI വാസ് ടേക്കൺ ഓവർ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അങ്ങനെ 1976 IDBI എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുത്തു. ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് സച്ച് ആസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിഫൈഡ് ബാക്ക്വേർഡ് ഏരിയാസ്. അതായത് അതുവരെ പ്രൊജക്റ്റിന് ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം പിന്നീട് എന്തായി? കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തതോടുകൂടി അത് തിരഞ്ഞെടുക്കപ്പെട്ട ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അതായത് തീരെ ഡെവലപ്മെൻറ്റ്സ് വരാത്ത ഏരിയകളെ തിരയുകയും കണ്ടുപിടിക്കുകയും അവർക്ക് പിന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ട ഫിനാൻസ്, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, അതിന് വേണ്ട ഫണ്ട് നൽകുകയും ചെയ്യാൻ തുടങ്ങി. പിന്നെ എമർജൻസ് ഓഫ് ന്യൂ എൻ്റർപ്രൈസസ്, പുതുതായി ഉണ്ടാകുന്ന ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് അവർ സഹായിക്കാൻ തുടങ്ങി. ആൻഡ് എവല്യൂഷൻ ഓഫ് ഡീപ്പ് ആൻഡ് വൈബ്രൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വളരെ ഡീപ്പ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള എവല്യൂഷന് കാരണം നമ്മുടെ IDBI കൂടിയാണ്. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന നമ്മുടെ രാജ്യത്തെ മറ്റൊരു ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് NABARD എന്ന് പറയുന്നത്. NABARD എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് 1982 ജൂലൈ 12 ആണ് NABARD സ്ഥാപിതമാകുന്നത്. ആ സ്ഥാപിതമാകുന്ന സമയത്ത് ആസ് എൻ അപ്പെക്സ് ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റിനും അഗ്രികൾച്ചറിനും മാത്രമായിട്ടുള്ള ഒരു ബാങ്കായിരുന്നു NABARD. It formed to integrate the various financial institutions in the area of rural development. റൂറൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ച ഒരു സ്ഥാപനമാണ് NABARD എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് ഗൈഡൻസ് ഇൻ ഓൾ ദ മാറ്റേഴ്സ് കൺസേണിങ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അതായത് റൂറൽ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യാനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും
തുടങ്ങി മറ്റെല്ലാ കാര്യങ്ങൾക്കും ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ട് കൊടുക്കുക മാത്രമല്ല, ഫണ്ടിൻ്റെ കൂടെ എങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റ് നടത്താം, അതിൻ്റെ ഫോർമുലേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സമയത്തും മറ്റു എല്ലാ കാര്യങ്ങൾക്കും സ്ഥാപനത്തെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ആര്? നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എക്സിം ബാങ്കുകളാണ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. 1982 ജനുവരിയിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതെന്താണ്? ഒരു പബ്ലിക് സെക്ടറാണ്, തികച്ചും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഈ എക്സിം ബാങ്ക് നിലവിൽ വരാനുള്ള കാരണം അന്നത്തെ പാർലമെൻ്ററി ആക്ട് പ്രകാരം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി സ്ഥാപിതമായ പാർലമെൻറ്റിൻ്റെ ആക്ടോട് കൂടി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. എഗെയിൻ ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. തികച്ചും ആ ഒരു മേഖലയിൽ മാത്രമേ എക്സിം ബാങ്കുകൾ സഹായിക്കാറുള്ളൂ. അതാണ് അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സഹായിക്കാൻ, ഫിനാൻഷ്യലി സഹായിക്കാനുള്ള ഒരു സ്ഥാപനമാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർ അസിസ്റ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിൻ ട്രേഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന, കൂടെ തന്നെ അസിസ്റ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എക്സിം ബാങ്ക്. ടു പ്രൊവൈഡ് റീഫിനാൻസ് ഫെസിലിറ്റി ടു അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഗെയിൻസ്റ്റ് ദെയർ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അതായത് മറ്റ് സ്ഥാപനങ്ങൾക്ക് റീഫിനാൻസ് കൊടുക്കുന്ന ഫെസിലിറ്റിയും ആര് ചെയ്യുന്നുണ്ട്? എക്സിം ബാങ്ക് ചെയ്യുന്നുണ്ട്. അത് എങ്ങനത്തെ സ്ഥാപനങ്ങൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ദെയർ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ആ സ്ഥാപനങ്ങൾ ഏതെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ടിന് സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായിക്കുന്ന സ്ഥാപനങ്ങൾക്ക് റീഫിനാൻസിങ് ഫെസിലിറ്റി ആര് കൊടുക്കുന്നുണ്ട്? എക്സിം ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ഇനിയും കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അതായത് പിന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്കുകൾ, പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്, പിന്നെ സിഡ്ബി ഉണ്ട്, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അത് നമുക്ക് ഇതുവരെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ സഹായിക്കുന്ന സ്ഥാപനങ്ങളാണ്. നമ്മൾ നേരത്തെ പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അതായത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 പ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. 1988 ജൂലൈ 9 ഹൗസിംഗ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തികച്ചും ഹോളി ഓൺഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ സ്ഥാപനം നാഷണൽ ഹൗസിംഗ് ബാങ്ക് മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹൗസിംഗ് ഫിനാൻസ്, മെയിനായിട്ട് രാജ്യത്തെ ഹൗസിംഗ് ഫിനാൻസുകൾക്കുള്ള ഫണ്ട് വകയിരുത്തുന്നത് സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മൊബിലൈസിംഗ് റിസോഴ്സസ് ഫോർ ഹൗസിംഗ് സെക്ടർ ബോത്ത് റീജിയണൽ ആൻഡ് ലോക്കൽ ലെവൽ. അതായത് നിലവിലെ സേവിങ്സിലുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ നീക്കിയിരിപ്പുള്ള ഫണ്ടുകൾ തികച്ചും ഹൗസിംഗ് സെക്ടറുകളിൽ, അതായത് അത് റീജിയണലായാലും ശരി ലോക്കൽ ഏരിയകളിലായാലും ഹൗസിംഗ് സെക്ടറുകൾക്കുള്ള റിസോഴ്സസ് വാങ്ങിക്കാൻ മൊബിലൈസ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് റീഫിനാൻസ് ഫെസിലിറ്റീസ്
ടു ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സുകൾക്കും അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്താണ് റീഫിനാൻസിങ് ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് വീണ്ടും ഫണ്ടുകൾ റീഅലോക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളൊക്കെ പഠിച്ചതാണ്, ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ്. സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഓൺ 2nd April 1990. 1990 ഏപ്രിൽ 2 സിഡ്ബി സ്ഥാപിതമായത്. അണ്ടർ എ സെപ്പറേറ്റ് ആക്ട് ഓഫ് പാർലമെൻറ്റ്. നേരത്തെ പറഞ്ഞ മാതിരി പാർലമെൻറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് ആക്ടിൻ്റെ അണ്ടറിലാണ് ഈ സിഡ്ബി വരുന്നത്. അതുപോലെ തന്നെ ഈ സിഡ്ബിയെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നത് ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് IDBI, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് സിഡ്ബി വർക്ക് ചെയ്യുന്നത്. ഇറ്റ് അഡ്മിനിസ്ട്രേഴ്സ് ദ നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം, ഓട്ടോമാറ്റിക് റീഫിനാൻസിങ് സ്കീം ആൻഡ് സിംഗിൾ വിൻഡോ സ്കീം. അതായത് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റീഫിനാൻസിങ് സ്കീമുകൾ, സിംഗിൾ വിൻഡോ സ്കീമുകൾ പോലത്തെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യലാണ് സിഡ്ബിയുടെ, അതായത് IDBIയുടെ ഈ സ്കീമുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും ആരാണ്? സിഡ്ബിയാണ്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ സ്മോൾ സ്കെയിൽ സെക്ടർ. IDBI നമ്മൾ പറഞ്ഞു വലിയ വലിയ സ്ഥാപനങ്ങൾക്കാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സബ്സിഡറി യൂണിറ്റായ സിഡ്ബി എന്താണ്? സ്മോൾ സ്കെയിൽ സെക്ടറുകൾ, അതായത് അതിൻ്റെ പേരിൽ തന്നെയുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ്, ആ സ്മോൾ സ്കെയിൽ സെക്ടറുകളുടെ ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെൻറ്റിനും അവർക്ക് വേണ്ട ഫിനാൻസ്, അവർക്ക് വേണ്ട പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു മുഖ്യ സ്ഥാപനമാണ് സിഡ്ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊക്കെ അറിയുന്നതാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മളൊക്കെ ഷെയർ ട്രേഡിംഗ് ഒക്കെ കേട്ടതാണ്, പഠിച്ചതാണ്, പലരും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഷെയർ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെബി എന്ന് പറയുന്നത്. സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th April 1992. അതായത് 1992 ഏപ്രിൽ 12 സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അണ്ടർ സെബി ആക്ട് 1992. സെബി ആക്ട് പ്രകാരം 1992 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം സ്ഥാപിതമായത്. ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിനകത്ത് അധികാരങ്ങളൊന്നും ആർക്കില്ല? സെബിക്ക് ഇല്ല. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ്സ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്സ് ആൻഡ് ടു പ്രൊവൈഡ് അഡിക്വേറ്റ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ്സ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്സ്, അതായത് ഷെയർ മാർക്കറ്റുകൾ, ബോൺസ്, ഡിബഞ്ചേഴ്സ് പോലത്തെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റ്സിൻ്റെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യലാണ് സെബിയുടെ ഉത്തരവാദിത്വം. അപ്പോൾ രണ്ടെണ്ണമാണ്. ഒന്ന് സെക്യൂരിറ്റി മാർക്കറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് പ്രൊമോട്ട് ചെയ്യുക, മറ്റൊന്ന് ആ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കൂടി കൊടുക്കുന്നത് ആരാണ്? സെബിയാണ്. ദ പ്രൈം ഒബ്ജക്റ്റീവ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ്, റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്സ് ആൻഡ് അതർ റിലേറ്റഡ് മാറ്റേഴ്സ്. പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്സിൻ്റെ റെഗുലേഷൻസ്, പോളിസി മേക്കിംഗ്, ഡയറക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് മറ്റു സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നവരാണ് സെബിയാണ്. പിന്നെ പറയുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ, മ്യൂച്വൽ ഫണ്ട്സും വെഞ്ചർ ക്യാപിറ്റൽസൊക്കെ നമ്മൾ പഠിച്ചത്. വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് നമ്മളൊക്കെ പഠിച്ചതാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് പോലത്തെ സംഗതികളൊക്കെ കണ്ടുപിടിക്കുന്ന സ്ഥാപനങ്ങളുടെ
പ്രൊജക്ട്സിന് ഫണ്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ വെഞ്ചർ ക്യാപിറ്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1986-87 ബഡ്ജറ്റിലാണ്. 1986-87 ബഡ്ജറ്റിലാണ് എന്താ ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന കൺസെപ്റ്റ്, അതായത് ഇങ്ങനത്തെ പുതിയ സംഗതികൾ കണ്ടുപിടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കാം എന്നുള്ള ഒരു സ്കീം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനത്തെ സ്ഥാപനങ്ങൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ അസിസ്റ്റൻസ് ടു എൻ്റർപ്രൈസ് വിത്ത് ഹൈ റിസ്ക്, വളരെയധികം റിസ്ക്കുള്ള സംഗതികൾ കൈകാര്യം ചെയ്യുന്ന എൻ്റർപ്രൈസിന് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് 1986 IDBI ആണ് ആദ്യമായിട്ട് വെഞ്ചർ ക്യാപിറ്റൽ സ്കീം തുടങ്ങുന്നത്. 1986 IDBI സ്റ്റാർട്ടഡ് വെഞ്ചർ ക്യാപിറ്റൽ സ്കീംസ്. അതിനെ തുടർന്ന് 1992-93 അതിൻ്റെ സിസ്റ്റർ കൺസേൺഡായ SIDBI, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, വെഞ്ചർ ക്യാപിറ്റൽ സ്കീമുകൾ അനൗൺസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ഇന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകളടക്കം സർട്ടൻ ബാങ്ക്സ്, SBI, കനറ ബാങ്ക്, ICICI പോലത്തെ സ്ഥാപനങ്ങളും മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളടക്കം ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ട് എങ്ങനത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്നോവേറ്റീവ് വെഞ്ചേഴ്സ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ്. ചെറുകിട വ്യവസായങ്ങളിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കാണ് ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇന്നോവേറ്റീവായിട്ടുള്ള സ്മോൾ സ്കെയിൽ സെക്ടറിലെ ഇന്നോവേറ്റീവായിട്ടുള്ള വെഞ്ചേഴ്സ് സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് ഈ ഫണ്ട് മുഴുവനായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 1992 നവംബറിൽ ഒരു ടാക്സ് പേയിങ് കമ്പനിയായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് NSE എന്ന് പറയുന്നത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് പിന്നീട് 2001 ജൂലൈയിൽ അതെന്ത് ചെയ്തു, ട്രേഡിംഗ് ഓപ്ഷൻസോടുകൂടി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൽ ട്രേഡിംഗ് ഓപ്ഷൻസിൻ്റെ എക്സ്ചേഞ്ച് ആയിട്ട് തുടങ്ങി. അങ്ങനെ പിന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യാം, ട്രേഡിംഗ് നടത്താവുന്ന ഒരു എക്സ്ചേഞ്ച് രൂപത്തിലേക്ക് 2001 ജൂലൈ 2 എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പം സെബിയുടെ അണ്ടറിലുള്ള 41 സെക്യൂരിറ്റീസിലാണ് ആദ്യമായിട്ട് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഓപ്ഷൻസ് തുടങ്ങുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 41 സെക്യൂരിറ്റീസ് സ്റ്റിപ്പുലേറ്റഡ് ബൈ സെബി. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ മുംബൈ. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം തുടങ്ങുന്നത് NSE ആണ്. അതായത് ഇങ്ങനെ NSEയുടെ ബിൽഡിങ്ങിൽ നോക്കിയാൽ കാണാം, മുകളിൽ ഇങ്ങനെ LED ലൈറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. ഒരുപാട് സ്റ്റോക്കിൻ്റെ പേര്, അത് റേറ്റ് കൂടുതലാണോ കുറവാണോ, അതായത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രീൻ കളറിൽ മുകളിലേക്ക് ആരോ മാർക്ക് കാണാം, വില കുറയാണ് ചെയ്തതെങ്കിൽ ചുവന്ന ആരോ മാർക്ക് താഴോട്ട് കാണാം. ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുടെ പേരുകൾ ഇങ്ങനെ സ്ക്രീൻ ബേസ്ഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഈ സിസ്റ്റം, ട്രേഡിംഗ് സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതായത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഇനിയും ഇഷ്ടംപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, പിന്നെ നാഷണൽ സെക്യൂരിറ്റി ക്ലിയറിംഗ് കോർപ്പറേഷൻസ്, ഇങ്ങനത്തെ പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ പാർട്ടിൽ ഇത്രയും സ്ഥാപനങ്ങൾ, എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പഠിച്ച്, ഫിനാൻഷ്യൽ സിസ്റ്റത്തെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കി, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലകളിലാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു, പിന്നെ RBI, SBI പോലത്തെ സ്ഥാപനങ്ങളുടെ കുറിച്ച് പഠിച്ചു. അപ്പം എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം, അതിനെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മളിന്ന് ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് കൂടുതലായിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.